നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെന്നൊന്ന് കരുതുക. വെറും 3 ദിവസം കൊണ്ട് ഈ ഒരു 10,000ത്തെ 20,000 രൂപയാക്കി മാറ്റാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാകും? എന്നാൽ അങ്ങനെ ഒരു ടെക്നിക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. പല ആളുകൾക്കും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് നിങ്ങൾ ടെക്നിക്കൽസോ ഫണ്ടമെന്റൽസോ അതുപോലെ ട്രേഡിങ്ങോ ഒന്നും തന്നെ പഠിക്കേണ്ടതില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് ആർക്കും തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്. അതാണ് IPO ലിസ്റ്റിംഗ് ഗെയിൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് IPO എന്നും എന്താണ് ലിസ്റ്റിംഗ് ഗെയിൻ എന്നും ഒരു IPO വരുന്ന സമയത്ത് ലിസ്റ്റിംഗ് ഗെയിൻ തരുന്ന കമ്പനികളെ എങ്ങനെ കണ്ടെത്താം, ഇതെല്ലാം എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്. ഞാൻ അമലക്ഷയ്. നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ എന്താണ് IPO അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു കമ്പനി എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കുറെ പൈസയുടെ ആവശ്യമുണ്ട്. അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കടം അടച്ചു തീർക്കാനോ കുറെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അവർക്ക് കുറെ പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ആ ഒരു കമ്പനിക്ക് ലോൺ എടുക്കാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഫണ്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഹ്യൂജ് എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് IPO എന്ന് പറയുന്നത്. അതായത് ആ കമ്പനിയുടെ ഷെയർസ് ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ ഓണേഴ്സിന്റെ കയ്യിലും അതിന്റെ അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലുമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ആ ഷെയർസിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഇത്തരത്തിലെ പബ്ലിക്കിൽ, അതായത് നിങ്ങളെയും എന്നെയും പോലുള്ള പബ്ലിക്കിന് വിറ്റുകൊണ്ട് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ ശേഖരിക്കുന്നതിനാണ് ഇത്തരത്തിൽ നമ്മൾ IPO എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എയർടെൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ആ ഒരു കമ്പനിക്ക് കുറെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കുറെ ഫണ്ടിന്റെ ആവശ്യമുണ്ട്. ഈ ഒരു കേസിൽ എയർടെൽ IPO നടത്തുകയാണെങ്കിൽ IPO വഴി കുറെ ഷെയർസ് പബ്ലിക്കിൽ, അതായത് ജനങ്ങളിലേക്ക് വിറ്റുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ സമാഹരിച്ചുകൊണ്ട് ആ കമ്പനി അവരുടെ പ്രവർത്തനങ്ങൾ അടിപൊളിയായിട്ട് നടത്തും. ഈ ഒരു കേസിൽ അവർക്ക് ഇൻട്രസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ എയർടെൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് അവർ ഓൾറെഡി IPO നടത്തിയിട്ട് പബ്ലിക്കിൽ ലിസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ആ ഒരു ഷെയർസ് പോയിട്ട് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ എയർടെൽ എന്ന് പറയുന്ന കമ്പനിക്ക് കുറച്ച് ഷെയർസ് കൂടെ വിറ്റുകൊണ്ട് കൂടുതൽ പൈസ കൂടി സമാഹരിക്കണമെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് വീണ്ടും IPO നടത്താൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് അവർക്ക് FPO മാത്രമേ നടത്താൻ പറ്റൂ, അതായത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ. അപ്പൊ ആദ്യമായിട്ട് നടത്തുന്നതിനെ നമ്മൾ IPO എന്ന് പറയും. രണ്ടാമത് കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് വന്ന് വീണ്ടും നടത്തുകയാണെങ്കിൽ അതിനെ FPO എന്ന് പറയും. അപ്പോൾ ഒരു കമ്പനി ഇത്തരത്തിൽ IPO ചെയ്യാൻ വരുന്ന സമയത്ത് അവർ വെറുതെ വന്നിട്ട് കുറെ ഷെയർസ് ആളുകൾക്ക് വിൽക്കുകയല്ല ചെയ്യുന്നത്. അതിന് കുറച്ച് ക്രൈറ്റീരിയകളും കുറെ കോട്ടകളും ഉണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഒരു കമ്പനി അവരുടെ 100 ഷെയർസ് ഇത്തരത്തിൽ IPO വഴി വിൽക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു കേസിൽ ആ മൊത്തം ടോട്ടൽ IPOയുടെ അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ഷെയർസ് എന്ന് പറയുന്നത് 100 ആണ്. ഇതിൽ 50% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ 35% എന്നെയും നിങ്ങളെയും പോലുള്ള റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. 15% എന്ന് പറയുന്നത് ഹൈലി നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിലായിരിക്കും ഇത്തരത്തിൽ എല്ലാ IPOകളും നടക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി IPO ആയിട്ട് വരികയാണെങ്കിൽ അവർ കോടിക്കണക്കിന് ഷെയർസ് ഇത്തരത്തിൽ വിറ്റഴിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോട്ടയ്ക്കനുസരിച്ച്, ഈ ഒരു പെർസെൻറ്റേജിനനുസരിച്ചായിരിക്കും ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് IPO എന്താണെന്നും ഏതെല്ലാം കോട്ടയിൽ എത്ര ശതമാനം വീതമാണ് IPO കൊടുക്കുന്നതെന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ കമ്പനിക്ക് ഇത്തരത്തിൽ IPO ചെയ്യുന്നതുകൊണ്ട് ഗുണമാണ്, അവർക്ക് കുറെ പൈസ സമാഹരിക്കാൻ പറ്റും. എന്നാൽ സാധാരണക്കാരനായ റീറ്റെയിലേഴ്സിന് ഈ ഒരു IPO കൊണ്ട് എന്താണ് ഗുണം, അവരെന്തിനാണ് ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആളുകൾ IPOയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് 2 പ്രധാന റീസണുകളാണുള്ളത്. ഒന്ന് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുക എന്ന് പറയുന്നതും, 2 ഇത്തരത്തിൽ ലോങ് ടൈമിലേക്ക് ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ നേടുക എന്നുള്ളതും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഈ പറയുന്ന ലിസ്റ്റിംഗ് ഗെയിനെ പറ്റിയാണ്. എന്താണ് ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ IPO നടത്തി അവരുടെ ഷെയർ അവർ 100 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു IPOയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ ഒരു IPO കിട്ടുകയാണ്. അങ്ങനെ നിങ്ങൾ 100 രൂപ കൊടുത്തിട്ട് ആ ഒരു ഷെയർ അവിടെ നിന്ന് വാങ്ങുകയാണ്. അതിനുശേഷം IPO ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കമ്പനിയുടെ ഷെയർ, എക്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ആദ്യമായിട്ട് ആ ഒരു കമ്പനി ട്രേഡിംഗ് ആരംഭിക്കുകയാണല്ലേ, ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണെന്ന് കരുതുക. അപ്പൊ ഇവിടെ നിങ്ങൾ മാർക്കറ്റിന് വെളിയിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിയ ആ ഒരു ഷെയർ അല്ലേ, അത് പിന്നെ മാർക്കറ്റിലേക്ക് ആ ഒരു സ്റ്റോക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് 200 രൂപയ്ക്ക് വിൽക്കാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ക്യാപിറ്റൽ അവിടെ 100%
റിട്ടേൺ നിങ്ങൾക്ക് തരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിൽ ലിസ്റ്റിംഗ് ഗെയിനിലൂടെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിംഗ് ഗെയിൻ നടന്നിട്ടുള്ള റിയൽ സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാപ്പിയസ്റ്റ് മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്ക് 165 രൂപയ്ക്കായിരുന്നു ഇത്തരത്തിൽ IPO സമയത്ത് വിറ്റുപോയിരുന്നത്. എന്നാൽ പിന്നീട് IPO ഒക്കെ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത സമയത്ത് 350 രൂപയ്ക്കാണ് ആ ഒരു സ്റ്റോക്ക് അവിടെ ട്രേഡിംഗ് ആരംഭിച്ചത് തന്നെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 165 രൂപയ്ക്ക് വാങ്ങിയ ആ ഒരു സ്റ്റോക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ 350 രൂപയ്ക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലിസ്റ്റിംഗ് ഗെയിൻ എന്നും ആളുകൾ എന്തിനാണ് ഇത്തരത്തിൽ കാത്തിരുന്നു കൊണ്ട് ഈ ഒരു IPOകൾക്കായിട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾ ഈ കാണുന്ന കണക്ക് കാര്യങ്ങൾ അത്ര സിമ്പിൾ ആണെന്ന് കരുതരുത്. ഇത്തരത്തിൽ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെയുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് നോക്കുകയാണെങ്കിൽ IPO സമയത്ത് 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷെയർ പിന്നീട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത സമയത്ത് ചിലപ്പോൾ 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 70 രൂപയ്ക്കോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനും ലിസ്റ്റിംഗ് ഗെയിൻ തരുന്ന കമ്പനികളെ എങ്ങനെ സോർട്ട് ചെയ്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകൾ ഇപ്പോൾ എങ്ങനെയാണ് IPO വരുമ്പോൾ അപ്ലൈ ചെയ്യുന്നത്? അവർ കൂടുതലായിട്ട് നോക്കുന്നത് ആ ഒരു സമയത്തെ ട്രെൻഡ്, അതായത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ആയിട്ട് ഈ ഒരു കമ്പനി ട്രെൻഡിങ്ങിൽ ഓടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു കമ്പനിയുടെ ബ്രാൻഡും അതുപോലെ തന്നെ അവരുടെ ലോഗോയും അവരുടെ അത്തരം ട്രെൻഡുകളെയൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ പോയിട്ട് IPO അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ LIC IPO വന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ Paytmന്റെ IPO ഒക്കെ വന്ന സമയത്ത് ആളുകൾ ഇത്തരത്തിലായിരുന്നു ആ ഒരു IPO നോക്കിക്കണ്ടിരുന്നത്. അതായത് LIC എന്ന് പറയുന്നത് വലിയ കമ്പനിയാണ്, ആ ഒരു കമ്പനി ബ്രാൻഡഡ് ആണെന്നും ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ കരുതിയിട്ട് ആ ഒരു IPO ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമെന്നൊക്കെ കരുതിയിട്ട് ഒരുപാട് ആളുകൾ റീറ്റെയിലേഴ്സ് പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇങ്ങനെയാണോ ശരിയായ രീതിയിൽ ഒരു IPO അനലൈസ് ചെയ്യേണ്ടത്? അങ്ങനെയല്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ IPO വരുമ്പം ലിസ്റ്റിംഗ് ഗെയിൻ തരാൻ സാധ്യതയുള്ള കമ്പനികളുടെ ഷെയർ കണ്ടെത്താനായിട്ട് ആദ്യം നമ്മൾ നോക്കുന്നത് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലേക്കാണ്. അപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പുറത്ത് ആളുകളുടെ കയ്യിൽ ആ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും അല്ലേ? ആ ഒരു സ്റ്റോക്കിനെ ആ ഒരു അൺലിസ്റ്റഡ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പല ആൾക്കാരും പുറത്ത് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്കിന്റെ വില എന്താണ് എന്ന് നോക്കുന്നതിനാണ് നമ്മൾ ഇത്തരത്തിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ IPO നടക്കുന്ന സമയത്ത് ഒരു കമ്പനിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പുറത്ത് നിന്ന് എത്ര രൂപയ്ക്ക് ആളുകൾ അത് വാങ്ങാൻ തയ്യാറാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നോക്കാനായിട്ട് നിങ്ങൾക്ക് ചിറ്റോഗറിന്റെ വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചിറ്റോഗറിന്റെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് IPO എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ IPO ഗ്രേ മാർക്കറ്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓൺഗോയിങ് IPOകളുടെ ആ ഒരു ലിസ്റ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വെറും എക്സാമ്പിളാണ്, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഇത് കണ്ടിട്ട് ആരും പോയിട്ട് IPOയ്ക്കൊന്നും അപ്ലൈ ചെയ്ത് കളയരുത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റോക്സ് ഹൈടെക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ പ്രൈസ്, അതായത് അവർ IPOയ്ക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 83 രൂപയാണ് അല്ലേ? അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ എക്സ്ട്രാ 90 രൂപ കൂടെ പ്രീമിയം കൊടുത്തുകൊണ്ട് പുറത്ത് നിന്ന് ആൾക്കാർ ഈ ഒരു സ്റ്റോക്ക് വാങ്ങാൻ തയ്യാറാവുന്നു. അതായത് IPO കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ 173 രൂപയ്ക്ക്, അതായത് 83 രൂപയ്ക്ക് IPO കൊടുക്കുന്നു. അതിൻ്റെ കൂടെ 90 രൂപ കൂടെ കൂട്ടിയിട്ട് ഇത്തരത്തിൽ 173 രൂപയ്ക്ക് ഷെയർ വാങ്ങാൻ ആളുകൾ പുറത്ത് തയ്യാറാണെന്ന് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റോക്സ് ഹൈടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ 83 രൂപയ്ക്ക് IPOയ്ക്ക് കൊടുത്താൽ പോലും പിന്നീട് അത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ 173 രൂപയ്ക്ക് മുകളിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മറ്റൊരു കമ്പനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആസ്ക് ഓട്ടോമേറ്റീവ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അതിൻ്റെ ഷെയറിൻ്റെ പ്രൈസ് ഇത്തരത്തിൽ IPOയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നത് 282 രൂപയ്ക്കാണ്. എന്നാൽ അത് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് 50 രൂപയാണ്. അതായത് 50 രൂപ കൂടി എക്സ്ട്രാ കൊടുത്തുകൊണ്ട് വാങ്ങാൻ മാർക്കറ്റിന് പുറത്ത് ആളുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഓരോ IPOയുടെയും ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണെന്നും അത് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൈസ് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് മാർക്കറ്റിന് പുറത്ത് കൂടുതൽ പൈസ നൽകിയിട്ട് ആൾക്കാർ വാങ്ങാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് കൂടുതലാണെന്നും അത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് ഇതിലൂടെ വിലയിരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിയിട്ട് ലിസ്റ്റിംഗ് ഗെയിൻ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഒരു ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് നോക്കേണ്ട കാര്യമാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇത്തരത്തിൽ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇത്തരത്തിൽ അവരുടെ 100 ഷെയർസ് IPO വഴി വിൽക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു IPO നടക്കുന്ന 3 ദിവസങ്ങളിലായിട്ട് ഇത്തരത്തിൽ
ഒരു 300-400 ഷെയറിന്റെ ഡിമാൻഡ് ഉണ്ടായി. ഒരുപാട് ആളുകൾ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആ ഒരു ഷെയർ വാങ്ങാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷെയർസ് വെറും 100 എണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാൽ ഇപ്പുറത്ത് 300-400 പേര് പൈസയായിട്ട് ഷെയർ വാങ്ങാൻ നിൽക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു കമ്പനി ഇത്തരത്തിൽ 100 ഷെയർസ് IPOക്ക് വിൽക്കാൻ വെച്ചപ്പം ഇപ്പുറത്ത് 3 ദിവസം കഴിഞ്ഞിട്ടും വെറും 75 പേര് മാത്രമേ ആ ഒരു ഷെയർസ് വാങ്ങാനായിട്ട് വന്നിട്ടുള്ളെങ്കിൽ അതിനെയാണ് അണ്ടർ സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്, IPO വഴി ഷെയർസ് വാങ്ങാനായിട്ട് ഒരുപാട് പേര് താല്പര്യം കാണിക്കുന്നു എന്നാണ് അർത്ഥം. ആ ഒരു കേസിൽ ഇത്തരത്തിൽ അവിടെ ഡിമാൻഡ് ഹൈ ആണ്, സപ്ലൈ കുറവാണെന്നും കാണാം. ഈ ഒരു കേസിൽ മാർക്കറ്റിൽ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന് വേണ്ടിയിട്ട് 50% കോട്ടയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 15%, നമ്മൾ റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ട് 35% മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ കോട്ടയായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കോട്ടയും ഓരോ ദിവസവും ഓവർ സബ്സ്ക്രൈബ്ഡ് ആകുന്നു എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആ ഒരു കോട്ട ഓവർ സബ്സ്ക്രൈബ്ഡ് ആയോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത് നോക്കേണ്ടത് ഇത്തരത്തിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു കോട്ട ഓവർ സബ്സ്ക്രൈബ്ഡ് ആയോ എന്നാണ്. അതിനുശേഷം മാത്രം ഏറ്റവും അവസാനം നമ്മൾ റീറ്റെയിലേഴ്സിനെ നോക്കിയാൽ മതി. കാരണം ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അവർ മ്യൂച്വൽ ഫണ്ട് ആയിരിക്കാം, ബാങ്ക്സ് ആയിരിക്കാം, വലിയ വലിയ ഇൻവെസ്റ്റിംഗ് സ്ഥാപനങ്ങളായിരിക്കാം. അപ്പോൾ സാധാരണ റീറ്റെയിലേഴ്സിനെക്കാളും കൂടുതൽ റിസർച്ച് ചെയ്തത് അവരാണ്, കൂടുതൽ ഫണ്ട് ഉള്ളത് അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ആ ഒരു QIB കോട്ട ഓവർ സബ്സ്ക്രൈബ്ഡ് ആകുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് ഇത്തരത്തിൽ ഓവർ സബ്സ്ക്രൈബ്ഡ് ആവുകയാണെങ്കിൽ അവിടെ ലിസ്റ്റിംഗ് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. എന്നാൽ ഇപ്പുറത്ത് QIBയിൽ വലിയ ഓവർ സബ്സ്ക്രിപ്ഷൻ ഒന്നും കാണുന്നില്ല. പകരം റീറ്റെയിലേഴ്സിന്റെ അടുത്താണ് ഇത്തരത്തിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ കാണുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒന്നുകൂടി ആലോചിക്കുന്നതാണ്. കാരണം അവിടെ ലിസ്റ്റിംഗ് ഗെയിൻ വരാനുള്ള സാധ്യത കുറച്ച് കുറയുന്നതായിരിക്കും. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ജനറൽ ആണ്. അത് ആ ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു IPOക്കുള്ള ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് നമ്മൾ ജനറലി പറയാനുണ്ട്, ബുൾ മാർക്കറ്റ് സമയത്ത് വരുന്ന ഏതൊരു IPOയും ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ തരാൻ സാധ്യതയുണ്ട്. എന്നാൽ ബെയർ മാർക്കറ്റ് സമയത്ത് വരുന്ന IPOകൾ അത്തരത്തിൽ ലിസ്റ്റിംഗ് ഗെയിൻ തരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഓരോ കമ്പനിക്കും അല്ലെങ്കിൽ ഓരോ IPOക്കും ഇത്തരത്തിൽ ഒരു ട്രെൻഡ് കാണും. ആളുകളെല്ലാം തന്നെ കാത്തിരുന്നു കൊണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചില IPOകളും കാണും. അപ്പോൾ അത്തരം ഒരു ഹൈപ്പ് കൂടി നിങ്ങൾ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്ന IPOക്ക് ഉണ്ടെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഹൈപ്പിനും ട്രെൻഡിനും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സൊമാറ്റോയുടെ ഷെയർ ഇത്തരത്തിൽ 76 രൂപയ്ക്കായിരുന്നു IPO സമയത്ത് വിറ്റിരുന്നത്. പിന്നീട് അത് ലിസ്റ്റ് ചെയ്ത സമയത്ത് 115 രൂപയ്ക്കാണ് മാർക്കറ്റിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാച്ചുറലായിട്ട് ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഹൈപ്പും അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് പല പരസ്യങ്ങളും പല ന്യൂസുകളും ഒക്കെ നൽകിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഹൈപ്പും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഹൈപ്പുകളെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാച്ചുറൽ ഹൈപ്പിന്റെ കേസിൽ സൊമാറ്റോയെ പറ്റി പറഞ്ഞു. എന്നാൽ ഇപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹൈക്കിന്റെ പേര് നമുക്ക് പറയാൻ പറ്റുന്നത് LIC ആണ്. LICയുടെ ഷെയർ ഇത്തരത്തിൽ പല ആൾക്കാരും ഹൈപ്പ് നോക്കിയിരുന്നിട്ട് കാത്തിരുന്ന് വാങ്ങിയതാണ്. എന്നാൽ ലിസ്റ്റിംഗ് ഗെയിനോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിൽ കിട്ടിയിരുന്നില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 3 പോയിന്റുകളും ഈ 2023 ഇത്ര കാലം നടന്ന IPOകളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ കാണുന്നത് 2023 വർഷത്തിൽ കഴിഞ്ഞ IPOകളുടെ ലിസ്റ്റ് ആണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഐഡിയ ഫോർജ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ ഒരു കമ്പനിയുടെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, 672 രൂപയാണ്. എന്നാൽ IPO കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തത് 1300 രൂപയ്ക്കാണ്. അതായത് 92% ലിസ്റ്റിംഗ് ഗെയിൻ ആണ് ആ ഒരു കമ്പനിയുടെ IPOക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 125 തവണയാണ് ഇത്തരത്തിൽ ആ ഒരു IPOയിൽ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ ഒരു കമ്പനിയുടെ ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞത് 500 രൂപയാണെന്ന് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു കമ്പനി ട്രേഡിംഗ് ആരംഭിച്ച സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തത് 947 രൂപയ്ക്കാണെന്ന് കാണാം. അതായത് 82% ലിസ്റ്റിംഗ് ഗെയിൻ. അപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിലും ഇത്തരത്തിൽ 228 തവണയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്ത് അവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത്തരത്തിൽ ഈ പറയുന്ന കമ്പനികളുടെ IPOയിലേക്ക് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്യൂ പ്രൈസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റിംഗ് ഗെയിനും കാണാവുന്നതാണ്. എത്ര പെർസെൻറ്റേജിൻ്റെ ലിസ്റ്റിംഗ് ഗെയിനാണ് അതിന് കിട്ടിയതെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമെന്ന് പറയുന്നത് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനികളുടെ എല്ലാം തന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഈ ഒരു വർഷം ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയ കമ്പനികളുടെ ലിസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ലിസ്റ്റിംഗ് ലോസ് ആയിട്ടുള്ളത്, അതായത് IPO ചെയ്തിട്ട് ലിസ്റ്റിംഗ് ലോസ് ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഉദയ് ശിവകുമാർ ഇൻഫ്രാ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. ആ ഒരു കമ്പനി വെറും സ്മോൾ ക്യാപ്പ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് വെറും 35 രൂപയാണ്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് പ്രൈസ്, അതായത് മാർക്കറ്റിൽ പോയി ഓപ്പൺ ആയ സമയത്ത് വെറും 30 രൂപയ്ക്കാണ് ഓപ്പൺ ആയത്. ലിസ്റ്റിംഗ് ലോസ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞത് 10%. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ലോസ് വന്നിട്ടുള്ള ഈ കമ്പനികളുടെ എല്ലാം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓവർ സബ്സ്ക്രൈബ്ഡ് ഭാഗം എന്ന് പറഞ്ഞത് കുറവാണ്. അതായത് കഴിഞ്ഞൊരു സ്ക്രീൻ ഷെയറിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയ കമ്പനികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 100 ഇരട്ടിക്കും അല്ലെങ്കിൽ 200 ഇരട്ടിക്കും ഒക്കെ മുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ 42 ഇരട്ടി, 3 ഇരട്ടി, 44 ഇരട്ടി, 4 ഇരട്ടി, 2 ഇരട്ടി ഇങ്ങനെയാണ് പോയിരിക്കുന്നത് കാണാം. അപ്പം ഇതിലൂടെ തന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാളും കുറവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പനികളുടെ എല്ലാം ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നതും കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു കാണാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പം IRM എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ആ ഒരു സമയത്ത് എത്രയായിരുന്നു എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ IRM എനർജി ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ഷെയർ IPO ചെയ്തിരുന്നത് 505 രൂപയ്ക്കായിരുന്നു. എന്നാൽ അതിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുന്നത് വെറും 18 രൂപ മാത്രമായിരുന്നു. അതായത് എസ്റ്റിമേറ്റഡ് ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 523 രൂപ ആയിരുന്നു. എന്നാൽ നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ വെറും 473 രൂപയ്ക്കാണ് ഇത്തരത്തിൽ ആ ഒരു കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ലിസ്റ്റിംഗ് ലോസ് വന്ന കമ്പനിയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കമ്പനികൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ മാർക്കറ്റിൽ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് ആളുകൾ വലിയ രീതിയിൽ ചർച്ചയൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പനികളുടെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടില്ല. അതായത് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടില്ല എന്ന് കാണാം. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കൂടുതലാണെന്ന് കാണാം. എന്നാൽ ആദ്യത്തെ 2 പോയിന്റും എഫക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലിസ്റ്റിംഗ് ഗെയിനിലേക്ക് നമുക്ക് ഇത്തരം സ്റ്റോക്കുകളെ പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു IPOക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തായാലും ആ ഒരു സ്റ്റോക്കിന് കുറച്ച് ട്രെൻഡിങ് ഉണ്ടായിരിക്കും, ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത് നോക്കേണ്ടത് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലേക്കാണ്. ആ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം കൂടുതലാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. ഇനി നിങ്ങൾ മൂന്നാമതായിട്ട് നോക്കേണ്ടത് ഇത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്ത് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടോ എന്നാണ്. അത്തരത്തിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ, അതായത് 3 ദിവസമായിട്ടാണ് ഇത്തരത്തിൽ IPO നടക്കുന്നത്, നിങ്ങൾ ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 3ാമത്തെ ദിവസം വരെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആകുന്നു എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഇനി വരുന്ന എല്ലാ IPOകളും ഇത്തരത്തിൽ അനലൈസ് ചെയ്തിട്ട് എല്ലാ IPOയിലും അപ്ലൈ ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള IPOകൾ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ലോട്ടറി സെറ്റപ്പിലൂടെ റാൻഡമായിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ പോലും എല്ലാ IPOയും നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഷോർട്ട് ടൈമിലേക്ക് ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇനി IPOയിൽ പൈസ ഇട്ടുകൊണ്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരക്കാർ ഈ 3 കാര്യങ്ങൾ നോക്കണം. അതിനുശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ നിങ്ങൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടേഴ്സ് വായിച്ചുകൊണ്ട് കമ്പനിയുടെ ഫണ്ടമെന്റൽസിനെ പറ്റിയും എന്തിനാണ് പൈസ കമ്പനി റേസ് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെച്ചിരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടൈമിലേക്ക് ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ IPOക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യം ആ ഒരു IPOക്ക് ഹൈപ്പ് ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമതായിട്ട് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ടോ എന്ന് നോക്കുക. മൂന്നാമതായിട്ട് ഇത്തരത്തിൽ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇത്തരത്തിൽ IPO അപ്ലൈ ചെയ്ത് സ്റ്റോക്ക് ഹൈ പ്രീമിയത്തിൽ ലിസ്റ്റ് ആവുകയാണെങ്കിൽ അപ്പം തന്നെ അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ ശ്രമിക്കുക. ഒരിക്കലും ആ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ട് പിന്നീട് വിൽക്കാമെന്ന് കരുതി ഇരിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇനി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് IPOക്ക് ഷെയർ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് IPOയിൽ അപ്ലൈ ചെയ്യണമെന്നില്ല. കാരണം നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ ഇത്ര പെർസെൻറ്റേജ് ഷെയർ ആണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് വാങ്ങാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം ഓവർ സബ്സ്ക്രൈബ്ഡ് ആകുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ലോട്ട് മാത്രമേ എല്ലാവർക്കും അലോട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ റീറ്റെയിലേഴ്സിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും 15,000 രൂപ മാത്രമേ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അതല്ല നിങ്ങൾ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു HNI ഒക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് വെറും 2 ലക്ഷം രൂപ മാത്രമേ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര ലോട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എന്നാൽ ഒരു ലോട്ട് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. ആ ഒരു ലോട്ടിന് പുറത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ലിസ്റ്റിംഗ് ഗെയിൻ നേടാവുന്നതാണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് നല്ലതുപോലെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടേഴ്സും മറ്റ് ഫണ്ടമെന്റൽസും ഒക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് IPO എന്താണെന്നും ലിസ്റ്റിംഗ് ഗെയിൻ എങ്ങനെയാണെന്നും അത് എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും